ഗുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 21-ാം അധ്യായം 5-6 തിരുവാക്യങ്ങൾ. ചില ആളുകൾ ദേവാലയത്തെപ്പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. കരുണിവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ, അങ്ങ് ഇന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങി ഈ ലോകത്തിലെ ശിഷ്ടകാലം ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങ് തിരുവചനത്തിലൂടെ പലവരും ഞങ്ങളോട് അരുളി ചെയ്യുന്നുവല്ലോ, നീ ദൈവത്തിന്റെ ആലയമാണ്, പരിശുദ്ധാത്മാവായി ദൈവമാണ് നിന്നെ വസിക്കുക, നീ മറന്നു പോകരുത് എന്ന്. ദൈവമേ, എന്റെ ജീവിതമാകുന്ന ആലയം പലപ്പോഴും പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായി, വളരെ ഉയർന്നതായി ആളുകൾക്ക് കാണപ്പെടുന്നുണ്ട്. കർത്താവേ, എന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങ് യഥാർത്ഥത്തിൽ എന്നിൽ വസിക്കുന്ന എന്റെ ഹൃദയത്തിന്റെ ഉൾത്തറകൾ എപ്രകാരമാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി ഞാൻ അങ്ങേക്കായി പൂർണ്ണമായ അങ്ങിഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരാലയമായി തീരുവാൻ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് ഇന്ന് മാത്രമല്ല ഈ ഭൂമിയിലെ എന്റെ ശിഷ്ടകാലം മുഴുവൻ ഒരാലയമായി തീരുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ യൗസേപ്പിന്റെയും മാധ്യസ്ഥവും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി